ലാലേട്ടനും ബിഗ് ബോസും നടത്തിയ നാടകം കൊള്ളാമെന്നേ ഇനി ഞാൻ പറയുള്ളൂ. ഇന്നിപ്പോൾ നടത്തിയത് ബിഗ് ബോസും ലാലേട്ടനും നടത്തിയ ആ ഒരു പ്രഹസനം. ഞാൻ മോഹൻലാലിനെ കുറ്റം പറയുന്നില്ല, ആള് ഒരു അവതാരക മാത്രമാണ് ലാലേട്ടൻ. ബിഗ് ബോസ് എന്ത് പറയുന്നോ അത് ചെയ്യുക എന്ന് മാത്രമാണ് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ റോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ലാലേട്ടനെ അവിടെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ബിഗ് ബോസ് നടത്തുന്നത് ആരാണോ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നാടകം കൊള്ളാം. എന്തായാലും ആ നാടകത്തിൽ പ്രേക്ഷകരെല്ലാവരും വീണു എന്ന് തന്നെ പറയാം. എന്തായാലും നിങ്ങൾ കളിച്ച നാടകത്തിൽ പ്രേക്ഷകർ എപ്പോഴും മണ്ടന്മാരാവുകയാണല്ലോ. ആ മണ്ടത്തരം പ്രേക്ഷകർക്ക് വീണ്ടും പറ്റിയിരിക്കുന്നു. എന്തായാലും പല കാര്യങ്ങൾ ഒളിപ്പിക്കാൻ അല്ലെങ്കിൽ മറയ്ക്കാൻ, പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി മറ്റൊരു നാടകം നടത്തി പ്രേക്ഷകരുടെ കണ്ണടപ്പിച്ചു കളഞ്ഞു. കണ്ണും ചെവിയും നാക്കും എല്ലാം അങ്ങ് കെട്ടിപ്പൊതിഞ്ഞു വെച്ചു. അതാണ് യാഥാർത്ഥ്യത്തിൽ നടന്നത്. നമുക്കറിയാം, ജാസ്മിന്റെ വാപ്പ വിളിച്ച് സംസാരിച്ച കാര്യം ജാസ്മിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അത് ചോദ്യം ചെയ്യണം ലാലേട്ട എന്നായിരുന്നു പ്രേക്ഷകരുടെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ ലാലേട്ടൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ആ നിലയ്ക്ക് ജാസ്മിനെ നന്നായിട്ട് വഴക്ക് പറയുകയും ഗ്യാസ് തുറന്നിട്ട വിഷയത്തിനെ ജാസ്മിനെ നന്നായിട്ട് വഴക്ക് പറയുന്ന ഒരു ലാലേട്ടനെ കാണാനായിട്ട് സാധിച്ചു. പിന്നെ ഇതുപോലെ ഒരു നാടകം, 2 മത്സരാർത്ഥികളെ ഞാൻ പുറത്താക്കുന്നു, ഇവർ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് പുറത്താക്കുന്നു എന്നൊരു അവിടെ ഗംഭീരമായ നാടകവും നടത്തി. ആ നാടകത്തിൽ പ്രേക്ഷകർ വീണതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പ്രേക്ഷകർ മറന്നുപോയി. ജാസ്മിന്റെ വാപ്പ് വിളിച്ച് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് അവിടെ ഒരു അക്ഷരം പറയേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ജിൻഡോ, നോറ, ജാസ്മിൻ, ഗബ്രി ഇവർ ഒരു പുറത്തുനിന്ന് തന്നെ, റസ്മിൻ ഇവരെല്ലാവരും പുറത്തുനിന്ന് തന്നെ ഒരു ഗെയിം പ്ലാൻ ചെയ്ത് അകത്ത് വന്ന് കളിക്കുന്ന ഗെയിമേഴ്സ് ആണ് എന്നൊരു കാര്യം പുറത്തൊരു റൂമർ ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല. ജിൻഡോ തന്നെ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും മത്സരാർത്ഥികളെ കുറിച്ചും ഞാൻ എല്ലാം പഠിച്ചിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് വന്നതെന്ന്. അതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ടായില്ല. അതുപോലെ തന്നെ ജാൻമണിയുടെ ശാപവാക്കുകൾ, ജാൻമണി അവിടെ ഓരോരുത്തരെയും ശപിക്കുകയും പ്രാകുകയും ചെയ്ത കാര്യങ്ങൾ, ഇതൊന്നും തന്നെ ലാലേട്ടൻ അവിടെ ചെന്ന് ചോദിച്ചില്ല. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാൻ ലാലേട്ടനും ബിഗ് ബോസിനെയും കഴിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്. പ്രേക്ഷകർ അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എത്ര പേർ അത് ചിന്തിച്ചു എന്നറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു നാടകം നടത്തിയതിലൂടെ ഇപ്പം മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് സീസണിൽ നമുക്കറിയാം, സീസൺ 3 ഒരു സ്ത്രീക്കെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് 2 മത്സരാർത്ഥികളെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും അങ്ങനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ചിന്ത പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട്, പ്രേക്ഷകരുടെ മുന്നിൽ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട്, മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, പ്രേക്ഷകരെ മണ്ടന്മാരാക്കിക്കൊണ്ട് പല കാര്യങ്ങളും മറയ്ക്കാനും ഒളിക്കാനും ബിഗ് ബോസിന് സാധിച്ചു. എന്തായാലും ബിഗ് ബോസ്, നിങ്ങളുടെ പ്ലാനിങ് കൊള്ളാം, നിങ്ങളുടെ പ്ലാനിങ് വിജയിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ എന്തായാലും 100% വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ പ്രേക്ഷകർ പ്രൊമോ കണ്ടത് മുതൽ എന്ത് സംഭവിക്കുന്നു, അവരെ പുറത്താക്കിയോ എന്നല്ലാതെ മറ്റൊരു വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്തില്ല. പല കാര്യങ്ങളും പ്രേക്ഷകർ മറന്നുപോയി. ഇനിയിപ്പോൾ കഴിഞ്ഞ അടുത്ത ദിവസം വരുന്നത് വൈൽഡ് കാർഡുകളാണ്. അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കാനുള്ള ഇനി സമയമില്ല. ഇനി പുതിയ കാര്യങ്ങളിലേക്ക് പ്രേക്ഷകർ ശ്രദ്ധ കൊടുക്കും. അപ്പോൾ പഴയ കാര്യങ്ങൾ അവിടെ വെച്ച് മൂടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും നന്നായി. ഇനി എന്തായാലും ഈ വക കാര്യങ്ങളെല്ലാം തന്നെ മറന്ന് ഇനി പുതിയ ഗെയിമിലേക്ക് കൊണ്ടുപോകാം. എല്ലാം പുതിയത് എന്നാണല്ലോ ബിഗ് ബോസിന്റെ പ്ലാൻ. എന്തായാലും നോക്കാം നമുക്ക് ഇനി എന്താണ് ബിഗ് ബോസിന്റെ അടുത്ത പ്ലാൻ എന്ന്.